ദാ വരുന്നു വരുന്നു. അയ്യോ, ഇനിയൊക്കെ ആരാണ്? ചോദിച്ചു കേട്ടില്ലേ? പെണ്ണുങ്ങളെ നിക്കവിടെ. അതെ, I am asking you. Tarak, where are you, Tarak? Where is Mr. Tarak? താരക്ക് അവിടെ നിക്കട്ടെ. What do you want? We are here to light the lamp. Where is Tarak? താരക്, നീ എവിടാണ്? ഒന്ന് താഴേക്ക് വാ, വേഗം വാടാ. ഹായ് ഗേൾസ്. Hi, Tarak. എടാ, ഇവളുമാരൊക്കെ ആരാടാ? അത് ശരി, നിങ്ങളല്ലേ പറഞ്ഞ നിലവിളക്ക് കത്തിക്കാൻ പെമ്പിളര് വേണമെന്ന്. അതിനു വേണ്ടി വിളിച്ചു വരുത്തിയതാ. ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്തോ. Where is the lamp? ഞാൻ കാണിച്ചു തരാമല്ലോ. ഇവളുമാര് നിലവിളക്ക് കത്തിക്കാൻ വന്നല്ല, വീട് കത്തിക്കാൻ വന്നതാ. അയ്യോ, അവിടെയൊക്കെ മൂന്ന് പോലെ കണ്ടില്ലേ? ഇനി അങ്ങനെ എന്റെ കൺകുഞ്ഞി വന്ന തല്ലിക്കൊന്നുകളെ. നിങ്ങൾക്ക് തല്ലാൻ വേറെ ഒന്നും കിട്ടിയില്ലേ? ഇന്ത്യയിലായിരുന്നല്ലേ ചൂലെടുത്ത് അടിച്ചേനെ. ഇത് ഫോറിൻ ആയതുകൊണ്ട് ഈ വാക്കും ക്ലീനറിൽ അടിച്ചേ. നിക്കവിടെ. നിനക്കൊരല്പം പോലും ചുമതല ബോധം ഇല്ലടാ. ഞാൻ ചോദിച്ചത് ഈ വീട്ടിലൊരു മരുമകളെയാ. സർസു ബേബി, നിങ്ങൾക്ക് ഞാനും എനിക്ക് നിങ്ങളും. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. തൽക്കാലം അങ്ങനെ മതി. ഇങ്ങനെ ജീവിക്കാനാണോ? കല്യാണം ഒന്നും കഴിക്കട്ടെ? നോക്ക്, എനിക്ക് കല്യാണം, ഫാമിലി ടെൻഷൻ അതൊന്നും വേണ്ട. ദയവേദ കല്യാണത്തിന്റെ കാര്യങ്ങൾ വിട്ടേക്ക്. പൊക്കോടാ. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആർക്ക് പറ്റും? ആ ദൈവത്തിന് മാത്രമേ കഴിയൂ. നീയോ? അതെ, എന്നെ ഒന്ന് രക്ഷിക്കൂ. അവരെന്നെ പുറകെ നടക്കുക. എന്നെ എവിടെന്നെങ്കിലും ദൂരേക്ക് കൊണ്ടുപോ പ്ലീസ്. പ്ലീസ് പ്ലീസ്. എനിക്ക് അറിഞ്ഞൂടാ. ആരോ 4 പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരെന്നെ കണ്ട കൊന്നു കളയും. പ്ലീസ്. അയ്യോ, എന്നെ അവരെന്തെങ്കിലും ചെയ്താലോ? അമ്മ ഇല്ലാത്ത കൊച്ച, ഞാനും കൂടെ മരിച്ചാലോ? വണ്ടി ഒന്ന് എടുക്കുന്നേ പ്ലീസ്. നിന്റെ പേരെന്താ പറഞ്ഞേ? താരക്. താരക് ഫ്രം മൈസൂർ, ദ ഹെറിറ്റേജ് സിറ്റി. ഹേ, ആ മൈസൂരിലെ മൈസൂർ ദോശയും ഹനുമന്ത് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഞാനൊരു മൈസൂർകാരനാണ്. പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് എന്റെ ഫാമിലി ഒക്കെ ബാംഗ്ലൂരിലാണ് സെറ്റിൽ ആയിരിക്കും. ഓ, ബാംഗ്ലൂർ ആണല്ലേ. ആ, ബാംഗ്ലൂരിലാ സിറ്റിയർ മസാല ദോശ, വിവിപുരം ചാറ്റ്സ്, ആ ബംഗ്ശങ്കരി ബിരിയാണിയൊക്കെ ആ നായിഡു ഹോട്ടലിലുള്ള. ഞാൻ ഇന്ത്യയിലേക്ക് പോയിട്ട് 22 വർഷമായി. എന്താ? 6 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ അച്ഛനെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി ആ ഡിഷസ് ഒക്കെ എന്നെ കൊണ്ട് കഴിപ്പിക്കും. ലൈഫ് നീ അങ്ങ് വേസ്റ്റ് ചെയ്തല്ലോ താരകെ. അതല്ല, തന്നെ ആരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവരെവിടെ? ഇപ്പൊ അവരൊക്കെ വേണോ? ഇപ്പൊ നമ്മൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് അങ്ങ് നേരെ ലോങ് ഡ്രൈവിലോട്ട് പോവാം. വണ്ടിന്ന് പുറത്തിറങ്ങ. പറ്റത്തില്ല. ഒരു സെൽഫി എടുക്കാതെ ഞാൻ ഇറങ്ങുന്ന പ്രശ്നമില്ല. സെൽഫി എടുത്തു കഴിഞ്ഞാൽ മേലിൽ എന്നെ ശല്യപ്പെടുത്തരുത്. ശരി, എന്നാ ഒരിക്കലില്ല. എന്നാ ശരി, വാ. വാ വാ. ഏയ്, ഇറങ്ങി വാ. ബൈ. താരക്, താരക്, ഹേ. ഹേയ് താരക്, നിന്നെ കാണാൻ വേണ്ടി എക്സൽ സ്പോർട്സ് മാനേജ്മെന്റ് കമ്പനി ആൾ വന്നിട്ടുണ്ട്. ബോബി, ഞാൻ ഒരു സ്പോർട്സ് ഏജൻസിയെയും മീറ്റ് ചെയ്യാറില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഒരു സോറി പറഞ്ഞേക്ക്. ഇപ്രാവശ്യം നീ തന്നെ പറഞ്ഞാൽ മതി. ആ ഭംഗിയുള്ള മലയാളി പെൺകുട്ടിയെ പറഞ്ഞിവിടെ എനിക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. ഏയ് ബോബി, ഒരു മിനിറ്റ്. എന്താ? ഒരു ഡിഫറെന്റ് ആയ കോസ്റ്റ്യൂമും കുറച്ച് മെന്റൽ പോലെ ഒരാളാണ്. ഏയ്, അങ്ങനൊന്നും ഇല്ലെന്നേ. വളരെ ഡീസന്റ് ആയ കുട്ടിയാ. അതും ഈ നാട്ടിലെ സാരി ഉടുത്താ വന്നിരിക്കുന്നത്. ശരി, അവരെ വിളിച്ചോട്ടോ. ഓക്കെ. നമസ്കാരം. പ്ലീസ് വരൂ. ഇരിക്കൂ ഇരിക്കൂ. ഇരിക്കൂ. താങ്ക് യു. പതുക്കെ. Do you have a twin sister? ഇല്ലല്ലോ, ഞാൻ തന്നെയാ അവള്. അവള് തന്നെയാ ഞാൻ. Out. Please out. ഇത് ഓഫീസാണ്. നിങ്ങളാണ് ബോസ്. ഞാനിവിടെ പാടാനും കളിക്കാനും ഒന്നല്ല വന്നേ. ഐ ഹാവ് എ പ്രപ്പോസൽ ഫോർ യു. No, I don't like you. എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കാനല്ല വന്നേ.
നിങ്ങളൊരു ഫണ്ടാസ്റ്റിക് സ്പോർട്സ്മാൻ ആണ്. നിങ്ങളെ എങ്ങനെയെങ്കിലും ഫേമസ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളൊരു നല്ല ബിസിനസ്മാനും കൂടിയാണ്. ഇതൊരു റെയർ കോമ്പിനേഷൻ ആണ് കേട്ടോ. സോറി, ആഡ്സ്, എൻഡോഴ്സ്മെന്റ്സ് ഇതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതൊരു എക്സൽ സ്പോർട്സ് കമ്പനിയാണ്. ഞാൻ ആ കമ്പനിയിൽ റീസെൻ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നല്ലാതെ ഇതാണ് എൻ്റെ ഫസ്റ്റ് അസൈൻമെൻറ്റ്. താങ്കൾ മലയാളിയല്ലേ, വേറൊരു മലയാളിയെ താങ്കൾക്ക് സഹായിച്ചൂടെ? ഐ എം സോറി. സാരമില്ല, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. താങ്ക് യു. ബൈ ബോബി. ഐ വിഷ് യു വെർ എ സ്പോർട്സ് പേഴ്സൺ. സെയിം പിഞ്ച. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൾ അത്ര പെട്ടെന്ന് വിട്ടുതരുന്ന ആളല്ല. വെരി ബാഡ് താരക്. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ നീ ഇത്ര ഹേർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. പോടാ. ബോബി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ബോബി, என்னடா உனக்கு சொன்னா புரியாதா? വിടമാട്ടെ ഉന്നെ. ഹലോ പ്രേതം, മലയാളത്തിൽ സംസാരിക്കും. ഞാൻ നിന്നെ വിടത്തില്ല. ഞാൻ നിന്നെ വിടത്തില്ല. വിടില്ലടാ. നിന്ന് ഞാൻ ഓക്കെ ബൈ. ഒരു മലയാളിയായിട്ട് മറ്റൊരു മലയാളിയെ സഹായിക്കാന്ന് കരുതിയാ ഞാനതിൽ സൈൻ ചെയ്തത്. ഈ അഭിനയൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. എൻ്റെ ശല്യം സഹിക്കാതെയല്ലേ നീ സൈൻ ചെയ്തത്? ഔട്ട്. താങ്ക് യു താരകേ. യാ, നാളെ പൈലറ്റ് ആട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഏതെങ്കിലും ഡമ്മീനെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതിന് നീ എന്തുകൊണ്ട് വന്നൂടാ? സ്മൈൽ, സേ ചീസ്. പെർഫെക്റ്റ്, ക്യാപ്ചർ ഇറ്റ്. ശരിക്കുള്ള ഷൂട്ടിംഗ് ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിരുന്നേനെ. Whatever. ഞാൻ നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടോ? ആ, ആയി. ഓക്കെ ബൈ. Awesome, yeah. ഞാൻ ഫോട്ടോയിൽ അയച്ചു തന്നെ കേട്ടോ. ഹായ് താരക്. Hi. ഓ, ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോസൊക്കെ അയക്കുന്നുണ്ടല്ലോ. ഒന്നും കൂടെ തന്നെ. എന്തായാലും നീ ആദ്യമായിട്ട് നടത്തിയ ഫോട്ടോഷൂട്ട് അല്ലേ, അത് ബിഗ് സ്ക്രീനിൽ കാണുന്നതാണ് നല്ലത്. ഹേയ്, ഹേയ്, എടാ, എടാ, വേണ്ട. ലെറ്റ്സ് പ്ലേ. എന്താ ബോസ്? ഹായ് താരക്. ഞാനൊരു സെൽഫി എടുക്കാന്ന് പറഞ്ഞപ്പോ എന്നെ പറ്റിച്ചിട്ട് പോയി. ഇപ്പൊ നോക്കിയാ നിന്റെ കൂടെ ഞാൻ എത്ര ഫോട്ടോസ് ഇന്ന് എടുത്തു. Come on, guys. Disgusting. ആ, Very താരക്. cheap mentality. നാട്ടുകാരാണെന്ന് കരുതി സഹായിക്കാൻ പോയതാ. നീ ആരെ സഹായിച്ചു എന്നാ? അത് ഏതൊരു പെണ്ണ സരസമ്മ, ഒരേ നാട്ടുകാരെന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള നാട്ടുകാരെ കാണാൻ ബുദ്ധിമുട്ടാടാ. ഇവിടെയാണെങ്കിൽ മലയാളം സംസാരിക്കുന്നവർ കുറവാണ്. സംടൈംസ് മിസ്റ്റേക്സ് ഹാപ്പൻസ് മോനെ. ആൻഡ് എല്ലാവരും മോശക്കാരുമല്ല കേട്ടോ, അതിൽ നല്ല ആൾക്കാരും ഉണ്ട്. ഓഹോ, അത്രയും നല്ലൊരാളെ നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? സൂപ്പർ മാർക്കറ്റിലാ മലയാളം സംസാരിച്ചേ. വാട്ട് എ ബ്യൂട്ടി, വാട്ട് എ ബിഹേവിയർ. നിങ്ങൾക്ക് അവരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനെങ്ങാനും തോന്നിയായിരുന്നു? ചായ ready. ഊഹിച്ചു, നീ തന്നെയായിരിക്കും ഊഹിച്ചു. സരസമ്മ ഇവളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അവൾ ഇവിടെയല്ലേ താമസിക്കാൻ പോന്നെ, അതൊക്കെ ഞാൻ അറിഞ്ഞോളാം. അയ്യോ, അതിനു മുന്നേ ചായ കുടിക്ക്. 3 rosa. രണ്ടെണ്ണം എന്റെ ചവിട്ടി വെക്കാനും ഒരെണ്ണം സരസമ്മയുടെ ചവിട്ടിലേക്കും അല്ലേ? അത് താഴെ വെക്ക്. ഐ സെഡ് കീപ് ഇറ്റ് ഡൗൺ. ആദ്യം നീ വീട്ടിൽ നിന്ന് ഇറങ്ങ്. ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങ്. സരസമ്മയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. പാവല്ലേ. ഇത്രയും നേരമായി വിളക്കെതിരെ ഏറ്റില്ലേ? നോക്കു മോനെ. ഓക്കെ അല്ലേ സരസമ്മേ? ഏ, എന്നെ അമ്മായിന്ന് വിളിക്കുന്നല്ലോടാ. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അവളോട് എന്തൊക്കെയാ പറഞ്ഞത്?
എന്തു പറഞ്ഞു? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് വെച്ച് നിങ്ങളുടെ മോനെ കല്യാണം കഴിപ്പിക്കില്ലേ? കഴിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ വിടുവോ മോളെ? വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ വേണ്ടി ഒരു സുന്ദരി പെണ്ണെ വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് മോളെ. അവിടെ വെച്ച് പറഞ്ഞ ഐഡിയ ഇപ്പൊ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നേ. അമ്മേ, നടക്കാൻ പറഞ്ഞില്ലേ? നടക്ക്. കൈ വിട്. സോറി, നടക്ക്. ഹേയ് ഹേയ്, നീ എന്തേ കാണിക്കണേ? I love you. I love you so 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 much. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? എന്നെ കണ്ടിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ. ഇതെന്താ പുതിയൊരു നാടകം? അല്ലല്ല, ശരിക്കും ഒരാളോട് പ്രേമം തോന്നാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. പിന്നെ എനിക്ക് എന്റേതായ കാരണങ്ങളും ഉണ്ട്. നീ തന്നെയല്ലേ പറഞ്ഞേ ഒരു ദിവസം പോലും മുടങ്ങാതെ നീ നിന്റെ അച്ഛനും അമ്മയും കാണാൻ പോകുന്നു. ദാറ്റ് ഷോസ് ലവ് ആൻഡ് റെസ്പെക്ട്. ഒരു സ്പോർട്സ് പേഴ്സൺ ആയിട്ട് നോക്കുവാണെങ്കിൽ അവസാനം വരെ പോരാടുന്ന നിന്റെ ആ കഴിവ്, ദാറ്റ് ഷോസ് കമ്മിറ്റ്മെന്റ്. ഈ ഗുണങ്ങളൊക്കെ കണ്ടാൽ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില അതിർവരമ്പുകൾ ഇട്ടാ ജീവിക്കുന്നത്. ആൻഡ് ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ്. വൺ ലാസ്റ്റ് റിക്വസ്റ്റ്. നോ പ്ലീസ് നോ എന്ന് പറയരുത്. ജസ്റ്റ് വൺ ഡേറ്റ് മിസ്റ്റർ താരക് രാമേ. ഈ പേര് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? നിന്റെ മുഴുവൻ പേരും മുത്തശ്ശന്റെ പേരും ഒന്നാണ്, താരക് രാം. ഇറ്റ്സ് റിയലി നൈസ്. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന നവവധുവിന് കുലവും ഗോത്രവും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ജസ്റ്റ് വൺ ഡേറ്റ്. അതിനുശേഷം നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും ശല്യപ്പെടുത്തത്തില്ല. നോ, ഇംപോസിബിൾ. അതാ എന്നെ കണ്ട് ചിലപ്പോ എങ്ങാനും മയങ്ങി പോകുന്നുള്ള പേടിയാണല്ലേ? ഞാനൊരു ആൺകുട്ടിയാ. അതുകൊണ്ട് തന്നെ ചോദിച്ചേ. ധൈര്യം ഉണ്ടെങ്കിൽ വന്നാ മതി. ഡേറ്റിങ്ങിന് ശേഷം നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് ഞാനെങ്ങനെ വിശ്വസിക്കാം? അമ്മ സത്യമായിട്ടില്ല.